സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോന്ന് ചോദിച്ചാല് യൂട്യൂബ് ഒക്കെ നോക്കാറുണ്ട് എല്ലാരും നോക്കും പോലെ. പക്ഷെ ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ല. കാരണം ഇൻസ്റ്റഗ്രാമിനെ പറ്റി സത്യം പറഞ്ഞ എനിക്ക് അത്ര നല്ല അഭിപ്രായം അല്ല ഉള്ളത്. കാരണം ഞാൻ എന്റെ കൺമുന്നിൽ തന്നെ പല ഫ്രണ്ട്സും ഇൻസ്റ്റഗ്രാം എടുത്തത് വഴി അവരുടെ ഒരു ലൈഫിൽ വരുന്നൊരു ചേഞ്ച് ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടില്. എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമില് നമ്മൾ ആദ്യം ജസ്റ്റ് ചുമ്മാ ഒരു അക്കൗണ്ട് പോലെ ആയിരിക്കും തുടങ്ങുന്നത്. പക്ഷെ പിന്നെ ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരും, അവരയക്കുന്ന മെസ്സേജ് നമ്മൾ റിപ്ലൈ കൊടുക്കും. ഓരോ ക്ലിങ് കേൾക്കുമ്പോഴും അയ്യോ അതെന്താണ് എന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത നമുക്ക് കാണും. അപ്പോ അത് വെച്ചിട്ട് പിന്നെ അത് വേറെ വേറെ രീതികളിലേക്ക് അത് പോകും. നമ്മുടെ പഠിത്തത്തിനെ അത് അഫക്ട് ചെയ്യും. ഒരുപാട് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മുടെ അറ്റൻഷനെ സോഷ്യൽ മീഡിയ കൊണ്ടുപോവാണ് എന്നാണ് പറയുന്നത്. പരിധി വരെ നമ്മുടെ അറ്റൻഷനെ സോഷ്യൽ മീഡിയ കൊണ്ടുപോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒന്നും ഇങ്ങനെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറൊരു കാര്യം നോക്കാനായിട്ട് എണീറ്റ് പോവാറില്ല. നമ്മളത് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരിപ്പോ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ അത് തീർത്തതിന് ശേഷം അടുത്ത പണിയിലേക്ക് പോകും, അല്ലെങ്കിൽ അത്രയും അത്യാവശ്യമായിരിക്കണം. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പൊ നമുക്കൊരു കോള് വരെയാണ്, അല്ലെങ്കിൽ കോള് പോട്ടെ, അത് നമുക്ക് ആവശ്യമുള്ളതാണെന്ന് പറയാം, ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ്, അയ്യോ അതെന്തായിരിക്കും, അയ്യോ അവരയച്ച മെസ്സേജ് ആയിരിക്കോ, ഞാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ആയിരിക്കോ, അത് അറിയാനുള്ളൊരു വ്യഗ്രത നമ്മളപ്പോ അത് ഉടനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടച്ചു വെച്ചിട്ട് അത് എടുത്തോണ്ട് പോകും. ഈ സോഷ്യൽ മീഡിയ കാലത്ത് നമുക്ക് ഇതിനെയൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് അതിനെ നിയന്ത്രിക്കാലോ. ന്യൂസ് കാണുന്നത് അങ്ങനെ വിവരങ്ങൾ അറിയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള നമ്മുടെ ഇപ്പം ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട്. ഒരു 10 വർഷം മുമ്പ് വരെ ആർക്കും സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഇല്ലാണ്. സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വേണമെങ്കിൽ പഠിച്ച് ജോലി ചെയ്ത് ആദ്യം നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മൊബൈൽ ഫോൺ ആയിരിക്കും ആദ്യമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ കിട്ടുന്നത്. അത് തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ? ഇൻസ്റ്റാഗ്രാം വേണോ വേണ്ടയോ, അത് എത്തരത്തിലൊക്കെ ഉപയോഗിക്കണം, ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ വരുമ്പോ പോയി നോക്കണോ വേണ്ടേന്നൊക്കെ, അത് ഒരു സെൽഫ് ചോയ്സ് അല്ലേ എങ്ങനെ വേണം എന്നുള്ളത്? സെൽഫ് ചോയ്സ് ആണ്, പക്ഷെ അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നതെന്ന് നമ്മൾ നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ഞാൻ എന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട് കുട്ടികളെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിന്റെ ആ ഒരു റുട്ടീൻ തന്നെ മാറിപ്പോകുന്നതെന്ന് ഞാൻ എന്റെ സ്വന്തം ഫ്രണ്ടിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേടിയാണ്.